إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. സ്നേഹമുള്ള വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പാലിച്ചുകൊണ്ട് അവനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഡിസംബർ 27, 2 ദിവസം കഴിഞ്ഞാൽ നമ്മിൽ നിന്ന് നമ്മിലേക്ക് ഒരു വർഷം കടന്നു വരുന്നു. യഥാർത്ഥത്തിൽ നമ്മിൽ നിന്ന് ഒരു വർഷം നഷ്ടപ്പെടും. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അതാണ്. ജീവിതത്തിൽ നിന്ന് ഒരു വർഷം നഷ്ടപ്പെടുകയാണ്. മരണത്തിലേക്ക് ഒരു വർഷം നാം അടുത്ത് കഴിഞ്ഞു. അത് യഥാർത്ഥത്തിൽ നമുക്ക് ആഘോഷിക്കാൻ വക നൽകുന്നതല്ല. നേരെ മറിച്ച് എൻ്റെ ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു, എൻ്റെ ഒരു വർഷം നഷ്ടപ്പെട്ടിരിക്കുന്നു, മരണത്തിലേക്ക് ഞാൻ ഒരു വർഷം അടുത്തിരിക്കുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് ചെയ്യാൻ പല കാര്യങ്ങളുണ്ട്, ഒട്ടനവധി കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുകയും കഴിഞ്ഞ വർഷം എന്തെല്ലാമാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് പരിശോധിക്കുകയും അതിൽ വല്ല കുറവുകളും ന്യൂനതകളും ഉണ്ടെങ്കിൽ ആ കുറവുകൾ നികത്തി ന്യൂനതകൾ മനസ്സിലാക്കി വേണ്ട പരിഹാരങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക
എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നേരെ മറിച്ച് അത് ആഘോഷിക്കുന്ന ഹതഭാഗ്യരുടെ പൊതുജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്താൻ നാം സമ്മതിക്കരുത്. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിക്കണം. അത് ആഘോഷിക്കാനുള്ളതല്ല, അതൊരു അച്ചീവ്മെൻറ്റുമല്ല. ജീവിതത്തിൽ നിങ്ങൾ ഒരു അച്ചീവ്മെൻറ്റ് നേടിയാൽ അത് ആഘോഷിക്കാം, അത് വലിയ സന്തോഷത്തോടെ നമുക്ക് ആഘോഷിക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത് ആഘോഷിക്കാനുള്ളതല്ല. ഒരു വർഷം നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നുള്ളത് ആഘോഷിക്കാനുള്ളതല്ല. നേരെ മറിച്ച് മരണചിന്തയിൽ നിങ്ങൾ വ്യാപൃതനാവാനുള്ള ഒരു അവസരമാണ്, സന്ദർഭമാണ്. എപ്പോഴും അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവനാണ് എന്നുള്ള ബോധത്തിലാണ് ഒരു മുസ്ലിം ജീവിച്ചു കൊണ്ടേയിരിക്കേണ്ടത്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അക്സിറു സിക്റ ഹാദിമിൽ ലദ്ദാത്ത്, സർവസുഖ സൗകര്യങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കണമെന്നല്ല, ആ ഓർമ്മ വർദ്ധിപ്പിക്കണം. നിങ്ങളുടെ സമ്പത്തിനെ മുറിച്ചു കളയുന്ന, നിങ്ങളുടെ സമ്പാദ്യങ്ങളെ മുറിച്ചു കളയുന്ന, നിങ്ങളുടെ കുടുംബങ്ങളെ മുറിച്ചു കളയുന്ന, നിങ്ങളുടെ കൂട്ടുകാരെ, നാട്ടുകാരെ എല്ലാത്തിനെയും ഈ ദുനിയാവിൽ നിന്ന് മുറിച്ചു കളയുന്ന സുഖ സൗകര്യങ്ങളെല്ലാം ഒരൊറ്റ ദിവസം കൊണ്ട്, ഒരൊറ്റ നിമിഷം കൊണ്ട് മുറിച്ചു കളയുന്ന ആ മരണം നിങ്ങൾക്ക് എപ്പോഴും വരാമെന്ന ചിന്ത നിങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ ഒരു സഹാബി, ഫഅയ്യുൽ മുഅ്മിനീന അഖിയസ് യാ റസൂലല്ലാഹ്, റസൂലിനോട് ചോദിക്കാൻ, മുഅ്മിനീങ്ങളിൽ ബുദ്ധിമാനായ വിശ്വാസി ആരാണ് റസൂലേ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അക്സറുഹും ലിൽ മൗതി ദിക്റാ വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദാ, അവരിൽ ഏറ്റവും കൂടുതൽ മരണത്തെക്കുറിച്ച് ആലോചിക്കുന്നവരാണ്, ഏറ്റവും കൂടുതൽ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ്. അതുമാത്രമല്ല, വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദാ, ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി നന്നായി ഒരുങ്ങുന്നവരാണ്. ഉലൈകൽ അഖിയാസ്, അവരാണ് ബുദ്ധിമാന്മാർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ആ മരണചിന്തയാകണം നമ്മെ നയിക്കേണ്ടത്. ഓരോ വർഷം നമ്മിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴും അല്ലാഹുവേ, ഞാൻ ആ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ, എൻ്റെ ഓരോ വർഷം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ എന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. 6 കാര്യങ്ങൾ. അതിലൊന്നാമത്തെ കാര്യം അല്ലാഹു തആല പറയുന്നത് എന്താണെന്നറിയുമോ? എല്ലാ ആളുകളും മരിക്കുന്നതാണ്, എല്ലാ ആളുകളും മരിക്കും, മരിക്കാത്ത ആരുമില്ല. മരണത്തെ അല്ലാഹുവിനെ നിഷേധിക്കുന്നവർ, മതമുള്ളവർ, മതമില്ലാത്തവർ, നിരീശ്വരവാദികൾ, എല്ലാവർക്കും ഒരേ അഭിപ്രായമുള്ളത് എല്ലാവരും മരിക്കുമെന്നാണ്. എല്ലാ കാലവും ജീവിക്കുന്ന ആരും ഭൂമുഖത്തില്ല എന്നുള്ളത് അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കുന്നതാണ്, എല്ലാ ആത്മാക്കളും മരണം ആസ്വദിക്കുന്നതാണ്. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കുള്ള പൂർണ്ണമായ പ്രതിഫലം നൽകപ്പെടുക. നിങ്ങൾ ഇവിടെ ധാരാളം നന്മകൾ ചെയ്തിട്ടുണ്ടാകും, ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാകും, സേവന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടാകും. ചിലതെല്ലാം നാട്ടുകാർ കണ്ടിരിക്കും, അതിനെല്ലാം നിങ്ങൾക്ക് അഭിനന്ദനം കിട്ടിയിരിക്കും. പക്ഷേ നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ പുണ്യപ്രവർത്തനങ്ങൾക്കും പൂർണ്ണമായ പ്രതിഫലം നൽകപ്പെടുന്നത് നാളെ പരലോകത്താണ്, ഖിയാമത്ത് നാളിലാണ്. തിന്മകളും അതുപോലെയാണ്. നാട്ടുകാർ കണ്ട തിന്മയുണ്ട്, നാട്ടുകാർ കാണാത്ത തിന്മയുമുണ്ട്. അതിനുള്ള പൂർണ്ണമായ ശിക്ഷ നൽകപ്പെടുന്നത് ഖിയാമത്ത് നാളിലാണ്. ആ സമയം ഫമൻ സുഹ്സിയാനിൻ നാർ വഉദ്ഖിലൽ ജന്ന, ആരാണോ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുന്നത്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നത്, ഫഖദ് ഫാസ്, അവനാകുന്നു യഥാർത്ഥത്തിൽ വിജയിച്ചിട്ടുള്ളവൻ. ധാരാളം വിജയം നേടുന്നവർ, പരീക്ഷയിൽ വിജയിക്കുന്നവർ, തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നവർ, ഇതെല്ലാം വിജയങ്ങളാണ്, കേവലം വിജയങ്ങൾ മാത്രം. യഥാർത്ഥത്തിലുള്ള വിജയം, ഏറ്റവും മഹത്തരമായിട്ടുള്ള വിജയം, ഏറ്റവും വലിയ വിജയം നാളെ പരലോകത്ത് സ്വർഗം നേടുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം.
വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഖുറൂർ. ഈ ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കുന്ന ചരക്ക് മാത്രമാണ്. ഈ ദുനിയാവ് നിങ്ങളെ വഞ്ചിച്ച് കളയും. ഇവിടെയുള്ള സുഖസൗകര്യങ്ങൾ നിങ്ങളെ വഞ്ചിച്ച് കളയും. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള സൗഹൃദങ്ങൾ നിങ്ങളെ വഞ്ചിച്ച് കളയും. നിങ്ങളുടെ സാഹചര്യം നിങ്ങളെ വഞ്ചിച്ച് കളയും. നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കണം. അതിൻ്റെ അർത്ഥം ഈ ദുനിയാവിലെ സുഖസൗകര്യങ്ങൾ ആസ്വദിക്കണ്ട, അനുഭവിക്കണ്ട എന്നല്ല. നേരെ മറിച്ച് സുഖസൗകര്യങ്ങൾ അനുഭവിക്കുമ്പോൾ നാളെ പരലോകത്തെ സുഖസൗകര്യങ്ങൾ നഷ്ടപ്പെടുന്ന ഹതഭാഗ്യരുടെ കൂട്ടത്തിൽപ്പെടാൻ പാടില്ല. അല്ലാഹു തആല പറയാൻ വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഖുറൂർ. ഈ ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കുന്ന ചരക്ക് മാത്രമാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കണം. നിങ്ങളുടെ ലക്ഷ്യം പരലോകമാകണം. എപ്പോഴും മരണപ്പെടുമെന്നുള്ള ചിന്തയിൽ നിങ്ങൾ ജീവിക്കണം. അൽ മൗതു ബാബുൻ വകുല്ലു നാസി ദാഖിലുഹു ഫലൈത ശഅനി ബഅദൽ ബാബി മദ്ദാറു. എല്ലാവരും ആ മരണമെന്ന വാതിലൂടെ, മരണം ഒരു കവാടമാണ്, മുഴുവൻ മനുഷ്യരും അതിൽ പ്രവേശിക്കുന്നതാണ്. ആ മരണത്തിന് ശേഷം ആ വാതിലിനപ്പുറമുള്ള എൻ്റെ വീട് ഏതായിരിക്കും? അദ്ദാറു ജന്നത്തു ഖുൽദിൻ ഇൻ അമിൽത ബിമാ യുർദിൽ ഇലാഹ വഇൻ ഖസ്സർത ഫന്നാറു. അല്ലാഹുവിന് തൃപ്തിയുള്ള കാര്യങ്ങൾ നീ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലാഹുവിന് തൃപ്തിയുള്ള കാര്യങ്ങൾ, ഇഷ്ടമുള്ള കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിന്റെ വീട് ശാശ്വതമായ സ്വർഗമാണ്. അല്ല എങ്കിലോ നിന്റെ കർമ്മങ്ങൾ, പ്രവർത്തനങ്ങൾ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഫന്നാറു, നിന്റെ വീട് നരകമാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. രണ്ടാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അറിയുമോ? എവിടെയാണെങ്കിലും നിങ്ങൾ മരണപ്പെടുന്നതാണ്. എവിടെയാണെങ്കിലും ആ മരണം പിടികൂടുക തന്നെ ചെയ്യുന്നതാണ്. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. എവിടെയാണെങ്കിലും ആ മരണം നിങ്ങളെ പിടികൂടും. നിങ്ങൾ കെട്ടിയുണ്ടാക്കിയ ഒരു കോട്ടക്കുള്ളിലാണെങ്കിൽ പോലും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. നല്ല ചികിത്സയാണ്, നല്ല ഹോസ്പിറ്റലാണ്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്, നല്ല ഡോക്ടറാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ മരണത്തിൻ്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. ഒരു ചികിത്സക്കും നമ്മെ തടയാൻ സാധ്യമല്ല. മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധ്യമല്ല. ചികിത്സിക്കുന്നത് എന്തിനാണ്? ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ്, മരണത്തെ തടയാനല്ല. അങ്ങനെ വിചാരിക്കണ്ട, ഇന്ന ഓപ്പറേഷൻ ചെയ്താൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടും, ഇല്ല. ഇന്ന ചികിത്സ ചെയ്താൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടും, ഇല്ല. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചികിത്സ കണ്ടെത്തിയിട്ടില്ല. അല്ലാഹു തആല പറയുന്ന കാര്യമാണ്. മൂന്നാമതായി അല്ലാഹു തആല പറയുന്നത് എന്താണെന്നറിയുമോ? എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത്, എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ആ മരണത്തിൽ നിന്ന് ഒളിച്ചോടാൻ നോക്കിയാലും, മരണം വരാതെ നോക്കിയാലും നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻ. പ്രവാചകരെ പറഞ്ഞു കൊടുക്കണം. ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻ. ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ പാഞ്ഞകലുന്നത്, ഓടിയകലുന്നത്, ഫഇന്നഹു മുലാഖികും. ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. നിങ്ങൾ വർക്കൗട്ട് ചെയ്തോളൂ, നിങ്ങൾ എക്സസൈസ് ചെയ്തോളൂ, നിങ്ങൾ വ്യായാമം ചെയ്തോളൂ. പക്ഷേ ആ വ്യായാമം ചെയ്യുന്നതിലൂടെ, എക്സസൈസ് ചെയ്യുന്നതിലൂടെ ദീർഘായുസ് കൂടുമെന്നുള്ള വിചാരം നിങ്ങൾക്ക് വേണ്ട. നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും. അതുകൊണ്ട് ഒരു ദിവസം കൂടുന്ന എന്ത് ചെയ്യണ്ട, ആരും വിചാരിക്കണ്ട. ചില ആളുകൾ അങ്ങനെ പറയാം, കുറേയൊക്കെ ജീവിക്കണ്ടേ വ്യായാമം ചെയ്തിട്ടേ. ഇങ്ങനെയില്ല. മരണം കുറച്ച് പിന്നിക്കാക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. അതാണ് അല്ലാഹു തആല ഈ പറയുന്നത്. ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ അകലാൻ ശ്രമിക്കുന്നത്, ഫഇന്നഹു മുലാഖികും, അത് നിങ്ങളെ കണ്ടുമുട്ടും. സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ. രഹസ്യവും പരസ്യവും അറിയുന്നവനിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നതാണ്. എന്നിട്ട് അല്ലാഹു തആല പറയാൻ, ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ.
ഈ ദുനിയാവിൽ എന്തൊക്കെയാണ് നിങ്ങൾ കാട്ടിക്കൂട്ടിയത്, എന്തെല്ലാമാണ് നിങ്ങൾ പ്രവർത്തിച്ചിരുന്നത്, എന്തെല്ലാമാണ് നിങ്ങൾ ചെയ്തിരുന്നത് എന്ന് ആ സമയത്ത് നിങ്ങൾ അറിയിക്കുന്നതാണ്. ഇതൊക്കെ അറിയിച്ചു തരും. നാലാമതായി അല്ലാഹു തആല പറയാണ്, മരണസമയം വന്നെത്തിയാൽ ആ സമയം വന്നെത്തിയാൽ മലക്ക് നിങ്ങളെ ഏറ്റെടുക്കുന്നതാണ്. ഉത്തരവാദിത്തപ്പെട്ട മലക്ക് നിങ്ങളെ ഏറ്റെടുക്കുന്നതാണ്. മലക്കുൽ മൗത്ത് നിങ്ങളെ ഏറ്റെടുക്കുന്നതാണ്. ഖുൽ യതവഫാകും മലക്കുൽ മൗത്ത് അല്ലദീ വുക്കില ബികും. മലക്കുൽ മൗത്ത് നിങ്ങളെ ഏറ്റെടുക്കുന്നതാണ്. സുമ്മ ഇലാ റബ്ബികും തുർജഊൻ. നിങ്ങളുടെ രക്ഷിതാവിങ്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നതാണ്. വേറൊരു ആയത്തിൽ സൂറത്തു അൻആമിന്റെ 61-ാമത്തെ ആയത്തിൽ പറയാൻ, ഹത്താ ഇദാ ജാ അഹദകുമുൽ മൗത്ത് തവഫത്ഹു റുസുലുനാ. അവരുടെ മരണം വന്നെത്തി കഴിഞ്ഞാൽ നമ്മുടെ ദൂതന്മാർ അവരെ ഏറ്റെടുക്കുന്നതാണ്, പൂർണ്ണമായി ഏറ്റെടുക്കുന്നതാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുന്ന കാര്യം, വഹും ലാ യുഫർരിതൂൻ. അതിൽ അവർ ഒരു അലംഭാവവും കാണിക്കുകയില്ല, ഒരു വീഴ്ചയും അവർ വരുത്തുകയില്ല. നല്ല ഹോസ്പിറ്റലല്ലേ, നല്ല ചികിത്സ കിട്ടുന്നുണ്ട്, ഇന്ന് വേണ്ട നാളെ വരാം എന്നൊരു മലക്കും വിചാരിക്കൂല. നല്ല ചികിത്സയാണ് എന്ന് പറഞ്ഞ് ഒരു മലക്കും എന്ത് ചെയ്യൂല, ആ ആത്മാവിനെ ഏറ്റെടുക്കാതെ വരികയില്ല. അഞ്ചാമതായി അല്ലാഹു തആല പറയാൻ, നമ്മൾ പറയുന്നത് തന്നെ ഒരു സെക്കൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയും കൃത്യമായി അല്ലാഹു തആല പറയാൻ, ഒരു സെക്കൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും, ഒരു നിമിഷം അങ്ങോട്ടും ഇങ്ങോട്ടും മുന്തിക്കുകയോ പിന്തിക്കുകയോ ചെയ്യുകയില്ല. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ഒരാളുടെയും ആത്മാവ് അതിൻ്റെ അജലെത്തിയാൽ, അതിൻ്റെ സമയമെത്തിയാൽ പിന്തിക്കുകയില്ല, ഒരു നിമിഷം പിന്തിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ മരണത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു കഴിവും നമുക്കോ നമ്മുടെ ബന്ധപ്പെട്ട ആളുകൾക്കോ ചെയ്യാൻ സാധിക്കുകയില്ല. എന്നാൽ ചികിത്സിക്കണം. എന്തിന് ചികിത്സിക്കണം? ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ ചികിത്സിക്കണം. അതിന് സാധ്യമായതെല്ലാം ചെയ്യണം. പക്ഷേ ജീവൻ നിലനിർത്താൻ വേണ്ടി ചികിത്സ ഇല്ല, വല്ലാഹി ഇല്ല. ജീവൻ നിലനിർത്താനുള്ള ചികിത്സ ഇല്ല. ജീവൻ നിലനിർത്താൻ അല്ലാഹു തആലയാണ്. നമ്മൾ ചെയ്യേണ്ടത് ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള കാര്യങ്ങളാണ്. അല്ലാഹു തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല പറയാണ്, എപ്പോഴാണ് നമുക്ക് നമ്മുടെ മരണം എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല ആരും, വ്യക്തമായി മനസ്സിലാക്കിയിട്ടില്ല ആരും, അറിയാൻ സാധിക്കുകയില്ല. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ് സഅ വയുനസ്സിലുൽ ഗൈസ്. അല്ലാഹുവിനാണ് അറിയുക ഖിയാമത്ത് നാൾ എപ്പോഴാണ്, അന്ത്യസമയം എപ്പോഴാണ്. അവനാണ് മഴ വർഷിപ്പിക്കുന്നത്. വയഅലമു മാ ഫിൽ അർഹാം. ഗർഭാശയത്തിലുള്ളത് അറിയുന്നു അവൻ. അപ്പൊ നമുക്കും പറയാല്ലേ, ഗർഭാശയത്തിലുള്ളത് നമ്മളും അറിയുന്നുണ്ടോ? ഗർഭാശയത്തിലുള്ള അറിയുന്നുണ്ടോ? നമ്മൾ അറിയുന്നുണ്ട് സ്കാനിങ്ങിലൂടെ, അല്ലേ? കറക്റ്റായിട്ട് അറിയുന്നുണ്ടോ? ഒരു ഏകദേശ രൂപം. അങ്ങനെയാണെങ്കിൽ എത്രയെത്ര വികലാംഗരായിട്ടുള്ള കുട്ടികളാണ് വളരുന്നത് എന്ന് എത്രയോ സ്കാനിങ് റിപ്പോർട്ടുകളിലൂടെ വന്നിട്ടുള്ള കുട്ടികൾ ജനിച്ച സമയത്ത് ഒരു കുഴപ്പമില്ല, പൂർണ്ണ ആരോഗ്യവാന്മാരാണ് എന്ന് പറയപ്പെട്ട കുട്ടികൾ സ്കാനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ, അതിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണ ആരോഗ്യവാന്മാരാണ് എന്ന് പറയപ്പെട്ട കുട്ടികൾ ജനിച്ച സമയത്ത് വികലാംഗരായിട്ടുള്ള കുട്ടികൾ. എന്ന് പറഞ്ഞാൽ കൃത്യമായി അല്ലാഹു തആലക്ക് മാത്രമേ അറിയാവൂ. നിങ്ങൾക്ക് ഒരു അനുമാനം നടത്താം എന്നുള്ളത് മാത്രം. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ. നാളെ താൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഒരാൾക്കും അറിയാൻ സാധിക്കുകയില്ല. എന്താണ് പ്രവർത്തിക്കുക എന്നുള്ളത്. വമാ തദ്രീ നഫ്സും ബിഅയ്യി അർദിൻ തമൂത്.
ഏത് നാട്ടിൽ വെച്ചാണ്, എവിടെ വെച്ചാണ് മരണപ്പെടുക എന്നുള്ളതും ഒരാൾക്കും അറിയാൻ സാധിക്കുകയില്ല. അങ്ങനെ അറിയുന്നവൻ ഇന്നല്ലാഹ അലീമുൻ ഖബീർ, അവൻ സൂക്ഷ്മജ്ഞനും സർവജ്ഞനുമായ അല്ലാഹുവാണ്. നിശ്ചയമായും അല്ലാഹു തആല സൂക്ഷ്മജ്ഞനുമാണ്, സർവജ്ഞനുമാണ്. എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയുന്നവനാണ്. ആ അറിവ് നമുക്കില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നാം പ്രവർത്തിക്കാൻ തയ്യാറാകണം. ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാൻ തയ്യാറാകണം. ഒരു നമസ്കാരം നമസ്കരിക്കുമ്പോൾ ഇതെന്റെ അവസാനത്തെ നമസ്കാരമാണ് എന്ന ബോധ്യത്തിൽ നമസ്കരിക്കാൻ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇദാ ഖുംത ഫീ സ്വലാത്തിക ഫസല്ലി സ്വലാത്ത മുവദ്ദിഅൻ, വിട പറയാൻ ഒരുങ്ങുന്ന ഒരാളുടെ നമസ്കാരം പോലെ നീ നമസ്കരിക്കാൻ നിന്നാൽ ആ നമസ്കാരം നിർവഹിക്കണം. ഇതെന്റെ അവസാനത്തെ ജുമുഅയാണ്, ഇതെന്റെ അവസാനത്തെ ജുമുഅ നമസ്കാരമാണ്, ഇതെന്റെ അവസാനത്തെ അസ്ർ നമസ്കാരമാണ്, ഇതെന്റെ അവസാനത്തെ മഗ്രിബ് നമസ്കാരമാണ്. ഓരോ വക്ത് കഴിയുമ്പോഴും ആ രൂപത്തിൽ നമസ്കരിക്കാൻ നമുക്ക് സാധിക്കണം. ആ രൂപത്തിൽ നമസ്കരിക്കുവാൻ നമുക്ക് സാധിക്കണം. ഓരോ സമയത്തും എപ്പോൾ വേണമെങ്കിലും മറിഞ്ഞു വീഴാവുന്ന ഒരു ശരീരവുമായിട്ടാണ് ഞാനും നിങ്ങളും നടക്കുന്നത് എന്ന ബോധ്യമാണ് നമ്മെ നയിക്കേണ്ടത്. സഹോദരങ്ങളെ, അല്ലാഹു തആല പറയുന്ന കാര്യം, അല്ലാഹു തആല ഇത്രയും ആയത്തുകളിലൂടെ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നത്, മരണത്തിന്റെ സമയം വന്നു കഴിഞ്ഞാൽ ഭൂരിപക്ഷം ആളുകളും അല്ലാഹുവിനോട് കെഞ്ചുന്നതാണ്, കേണപേക്ഷിക്കുന്നതാണ്. ആ ആളുകളിൽ നിങ്ങൾ ഉൾപ്പെടരുത് എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. ല്ലേ, ഹത്താ ഇദാ ജാഅഹദഹുൽ മൗത്ത് ഖാല റബ്ബി ഇർജിഊൻ, അവർക്ക് മരണം വന്നു കഴിഞ്ഞാൽ, അങ്ങനെ അവർക്ക് മരണം സംജാതമായി കഴിഞ്ഞാൽ അവർ പറയും, റബ്ബി ഇർജിഊൻ, അല്ലാഹുവേ, എൻ്റെ രക്ഷിതാവേ, എൻ്റെ റബ്ബേ, എന്നെ ഒന്ന് മടക്കിയെങ്കിൽ, ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്ത്, ഞാൻ ഒഴിവാക്കിയിട്ടുള്ള ഉപേക്ഷിച്ചിട്ടുള്ള എല്ലാ കർമ്മങ്ങളും, സ്വാലിഹാത്തുകൾ, നന്മകളെല്ലാം ചെയ്തു കൊള്ളാം എന്നവർ പറയും. അല്ലാഹു തആല പറയുന്നത് കല്ല, വേണ്ട, ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അതിൻ്റെ വെറും വർത്താനാണ്, അതവൻ്റെ വെറും വർത്തമാനമാണ്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് വരെ അവർ ബർസഖിലായി. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ മരണത്തെ ഓർത്തുകൊണ്ട് നമ്മുടെ മരണം വരുന്നതിന് മുമ്പ് നാം ഓക്കെയാണ്. അല്ലാഹു തആല നമുക്ക് വേണ്ടി അനന്തമായി ഒരുക്കി വച്ചിട്ടുള്ള ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള കർമ്മങ്ങൾ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യുന്നുണ്ട് എന്ന ബോധം, ഒരു സമാധാനത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനെന്തു വേണം? നമ്മൾ അധ്വാനിക്കണം, നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ ത്വയ്യിബൻ ലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ കസീറൻ മസീദൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് ഒരു വർഷം നഷ്ടപ്പെടുകയാണ് എന്നുള്ളതും, നമ്മളൊരു വർഷം മരണത്തിലേക്ക് അടുത്തിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നാം ചിന്തിച്ചു കൊണ്ടേയിരിക്കണം എന്നുള്ളതും, അതിനനുസരിച്ച് ജീവിതത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തണമെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. കഴിഞ്ഞ വർഷം അങ്ങനെ പോയി, ഇനിയുള്ള വർഷം എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ആലോചിക്കുന്ന ആളുകളോട് പറയുന്നുണ്ട്,
പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. സാമ്പത്തികമായ പ്രയാസം അനുഭവിക്കുന്നവർ, ശാരീരികമായ പ്രയാസം അനുഭവിക്കുന്നവർ, ഇവരൊക്കെ ഉണ്ട്. പല ആളുകളും സാമ്പത്തികമായ പ്രയാസം അനുഭവിക്കുന്ന ആളുകളൊക്കെ അടുത്ത വർഷമെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ പറയും. എന്നിട്ട് എന്ത് ചെയ്യും? അവർ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങൾ പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരെളുപ്പം നിങ്ങൾക്കുണ്ട്. ഫഇന്ന മഅൽ ഉസ്രി യുസ്റ, നിശ്ചയമായും തീർച്ചയായും പ്രയാസത്തിൻ്റെ കൂടെ എളുപ്പമുണ്ട്. ഇന്ന മഅൽ ഉസ്രി യുസ്റ, വീണ്ടും അല്ലാഹു തആല പറയാണ്, പ്രയാസത്തിൻ്റെ കൂടെ എളുപ്പമുണ്ട്. ആ എളുപ്പം ആർക്കാണ്? അല്ലാഹു തആല പറയാണ്, ഫഇദാ ഫറഗ്ത ഫൻസബ്, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഒരു ജോലിയിൽ നിന്ന് നീ ഒഴിവായാൽ ഫൻസബ്, മറ്റൊരു ജോലിയിൽ വ്യാപൃതനാവണം. മനസ്സിലായില്ലേ? ഒരു ജോലിയിൽ നിന്ന് ഒരു ജോലി കഴിഞ്ഞാൽ മറ്റൊരു ജോലിയിൽ നിങ്ങൾ പ്രവേശിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ ദുനിയാവിൽ രക്ഷപ്പെടാൻ നിങ്ങൾ അത് ചെയ്യണം, പരലോകത്ത് രക്ഷപ്പെടാനും അത് ചെയ്യണം. ഒഴിവ് സമയം എന്നുള്ള ഒരു കാര്യമില്ല. മറ്റുള്ളവരുടെ കോപ്രായം കാണാനല്ല നമ്മൾ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കേണ്ടത്. റീൽസ് കാണാനല്ല, ഷോർട്സ് കാണാനല്ല, മറ്റുള്ളവരുടെ വ്ലോഗ്സ് കാണാനല്ല, മറ്റുള്ളവരുടെ ലൈഫ് സ്റ്റൈൽ കാണാനല്ല നിങ്ങൾ ഉപയോഗിക്കേണ്ടത് നിങ്ങളുടെ ജീവിതം. മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് കാണാനല്ല, നിങ്ങൾ സ്റ്റാറ്റസ് വെക്കാനാണ്. അല്ലേ? മൊബൈൽ ഫോണിൽ വാട്സപ്പിൽ സ്റ്റാറ്റസ് കാണാൻ നമ്മൾ നോക്കുകയാണെങ്കിൽ മണിക്കൂറുകൾ പോയി കിട്ടും. ഇൻസ്റ്റഗ്രാമിൽ റീൽസ് കാണാൻ നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും എത്ര മണിക്കൂറാണ് ആ ആപ്പിൽ നമ്മൾ ഉപയോഗിച്ചത്. വേസ്റ്റാണ്. ദുനിയാവിൽ വേസ്റ്റാണ്, പരലോകത്ത് എന്തായാലും വേസ്റ്റാണ്. അല്ലേ? ദുനിയാവിൽ നിനക്കൊരു ജീവിത ലക്ഷ്യമില്ലേ? അത് മറ്റുള്ളവരുടെ കോപ്രായം കാണാനാണോ നീ ഉപയോഗിക്കേണ്ടത്? അങ്ങനെ മറ്റുള്ളവരുടെ ജീവിതം കണ്ട ആളുകൾ എവിടെയെങ്കിലും എത്തിയതായി നിനക്കറിയാമോ? ജീവിത ലക്ഷ്യം വിജയിച്ചിട്ടുള്ള ആളുകൾ, ഈ ദുനിയാവിൽ വിജയിച്ചിട്ടുള്ള ആളുകൾ എടുക്ക്. ദുനിയാവിൽ സക്സസ്ഫുൾ മാൻ എന്ന് പറയുന്ന ആളുകൾ ഉണ്ടല്ലോ, വിജയിച്ചിട്ടുള്ള ആളുകൾ എന്ന് നമ്മൾ കാണുന്ന ആളുകൾ, അവർ എങ്ങനെയാണ് സമയം വിനിയോഗിച്ചത് എന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മളും അവരും എത്രയോ ദൂരെയാണ്. സമയം പോണ്ടേ, ടൈം പാസ്. അല്ലേ? ഈ വാക്കുകളൊക്കെ നമ്മൾ ഗൗരവത്തിൽ ഉപയോഗിക്കണം. നമ്മുടെ കുട്ടികൾക്ക് ഒഴിവ് സമയമാണ്. അവരെന്താണ് ചെയ്യുന്നത്? നമ്മൾ കൊടുക്കണം മൊബൈൽ. അവർ ഒഴിവ് സമയം ഉപയോഗിച്ചോട്ടെ. എന്തിന്? സിനിമ കാണാൻ. 1-2 മണിക്കൂർ സിനിമ കാണാൻ അവർ ഉപയോഗിക്കുന്നു. അവർ ക്ലബുകളിലേക്ക് ക്യാരംസ് കളിക്കാൻ ഉപയോഗിക്കുന്നു. അവരുടെ നമസ്കാരം നമ്മൾ നോക്കുന്നില്ല, അവരുടെ ഡ്രസ്സ് നമ്മൾ നോക്കുന്നില്ല, അവരുടെ പെരുമാറ്റം നമ്മൾ നോക്കുന്നില്ല, അവരുടെ സൗഹൃദം നമ്മൾ നോക്കുന്നില്ല. അവരുടെ സമയം നമ്മൾ വേസ്റ്റ് ആക്കുന്നു. അവർക്ക് ഡയറക്ഷൻ കൊടുക്കേണ്ട സമയത്ത് നമ്മൾ ഡയറക്ഷൻ കൊടുക്കുന്നില്ല. എന്നിട്ട് അവസാനം പറയും, മൗലവി എൻ്റെ മകൾ അനുസരിക്കുന്നില്ല. ദീൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല, മതം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. ഈ സമയം എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക? നിങ്ങൾ ആലോചിച്ചു നോക്ക്. നമ്മുടെ ദുരന്തമാണ് നമ്മുടെ കൈകളിലുള്ള മൊബൈൽ ഫോൺ. ഇല്ല എന്ന് പറയാൻ ആർക്കെങ്കിലും സാധിക്കോ? ടൈം വേസ്റ്റ് ആണ്. നിങ്ങൾ ഉപയോഗിച്ചോളൂ, യൂട്യൂബ് നിങ്ങൾ ഉപയോഗിച്ചോളൂ, നിങ്ങളുടെ കരിയറിന് ഉപകാരപ്പെടുന്ന വീഡിയോസ് കാണാൻ. അല്ല മറ്റോന്റെ കുട്ടി നടക്കുന്നത് കാണാനല്ല, മറ്റോന്റെ കുട്ടി ആഹാരം കഴിക്കുന്നത് തുടങ്ങി എന്നുള്ളത് കാണാനല്ല, ഓന്റെ ലൈഫ് സ്റ്റൈൽ കാണാനല്ല നിങ്ങളുടെ സമയം. നമ്മൾ ആഘോഷിക്കാൻ നിൽക്കുകയാണ്. 2 ദിവസം കഴിഞ്ഞാൽ ആഘോഷിക്കാൻ.
നമ്മളിങ്ങനെ സമൂഹത്തിന്റെ കൂടെ ഇങ്ങനെ അല്ലേ എല്ലാവരും ചെയ്യുന്ന പോലെ നമ്മളും ചെയ്യാൻ ശ്രമിക്കാൻ. അതുകൊണ്ട് ഭൂരിഭാഗം ആളുകളും ഇഹലോകത്തും വിജയിക്കാത്തവരാണ്, പരലോകത്തും വിജയിക്കാത്തവരാണ്. അക്കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടും അല്ലേ. ഇഹലോകത്ത് വിജയിക്കാത്തത് എന്തുകൊണ്ടാണ്? ഭൂരിപക്ഷ ആളുകളും സമയം ഉപയോഗിക്കുന്നില്ല, വലിയ ജോലികൾ നേടാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? സമയം ഉപയോഗിക്കുന്നില്ല. വലിയ ബിസിനസ് തുടങ്ങാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? സമയം ഉപയോഗിക്കുന്നില്ല. നീ ഒരു വർക്ക് നിന്റെ കഴിഞ്ഞാൽ മറ്റൊരു വർക്കിൽ നിങ്ങൾ എൻട്രി ചെയ്യണം, പ്രവേശിക്കണം. ഒഴിവ് സമയമൊന്നുമില്ല. എന്നിട്ട് അള്ളാഹുവിനോട് നിന്റെ ആഗ്രഹം പറ. ഒരു പണി കഴിഞ്ഞാൽ മറ്റൊരു പണിയിൽ നീ പ്രവേശിച്ച അള്ളാഹുവിനോട് നീ ആഗ്രഹം പറ. അതിലേക്ക് നിനക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതുകൊണ്ട് ആഘോഷിക്കാനല്ല ചിന്തിക്കാനാണ് ഓരോ വർഷവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓരോ സമയവും, ഓരോ മണിക്കൂറും, ഓരോ സെക്കൻഡുകളും നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. ആഘോഷിക്കാൻ നമുക്ക് സമയമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതൊക്കെ പറഞ്ഞാലും അത് ആഘോഷമല്ലേ എന്ന് പറഞ്ഞ് ഭൂരിപക്ഷം ആളുകളും ആഘോഷിക്കും. പക്ഷേ നിങ്ങൾ ഭൂരിപക്ഷം ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പാടില്ല. വിജയിക്കുന്ന ആളുകൾ 1-2% നിങ്ങൾ ആ 1-2% ഉൾപ്പെടണം എന്നാണ് എൻ്റെ ആഗ്രഹം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം കൃത്യമായി വിനിയോഗിക്കുന്ന, ക്രമീകരിക്കുന്ന, ഈ ദുനിയാവിലും പരലോകത്തും വിജയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അവൻ്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള പാപങ്ങൾ റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു വ തആല വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. എല്ലാവർക്കും സാമ്പത്തിക ഭദ്രത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا إلى طاعتك. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.